നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദൈവവചന ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. അടിയൻ്റെ മേലും ശ്രോതാക്കളുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് ആവസിച്ച് ഇന്ന് ഞങ്ങളെ ധ്യാനിക്കാനിരിക്കുന്ന ഭാഗങ്ങൾ കർത്താവ് തന്നെ കാണിച്ചു തന്ന് അതിൻ്റെ ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിലെ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാകണം. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവനെ മുറുകെ പിടിച്ച് അവൻ പറയുന്ന അതുപോലെ തന്നെ ജീവിച്ച് ഞങ്ങൾ അവിടെ ആയിരിക്കുവാൻ കർത്താവ് സഹായിക്കണം. സ്വർഗരാജ്യം നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നല്ലോ. സ്തോത്രം കർത്താവെ. വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള പ്രാപ്തി, ആത്മനിറവ് ഞങ്ങൾക്ക് തരണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മളെ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാൻ പോകുന്നത് എഫേസോസ് 3-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ 20-21 വാക്യങ്ങൾ ഇപ്പം വായിക്കുകയാണ്. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. നമുക്ക് 3:18 എന്ന് നോക്കാം. 3:18 പറയുന്നത്, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ 19-ാം വാക്യം, അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. എല്ലാ വിശുദ്ധരോടും ഒപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. സ്റ്റോയിക്ക് ചിന്താഗതി അനുസരിച്ച് നീളം, വീതി, ഉയരം, ആഴം എന്നീ പദങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണതയാണ് കാണിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഈ പദങ്ങൾ പ്രകടമാക്കുന്ന ആശയം. റോമർ 8:39 പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആഴമുള്ള ഒരു ജീവിതമാണ് പൗലോസ് നിർദ്ദേശിക്കുന്നത്. ബാഹ്യമായി എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി അങ്ങനെ ജീവിക്കുന്നതിനല്ല ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തുവിലേക്ക് ഇറങ്ങിച്ചെന്ന് ആഴമായ വിശ്വാസത്തിൽ ഉറച്ച് ഉള്ള ഒരു ജീവിതമാണ് ഒരു ക്രിസ്ത്യാനി നയിക്കേണ്ടത്. സങ്കീർത്തനം 1:2 വാക്യം, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവ് നിയമങ്ങൾ രാവും പകലും ധ്യാനിക്കണം. ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും ശക്തിയെയും കുറിച്ച് ദാനിയേൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദാനിയേലിൻ്റെ 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഞാനത് വായിക്കുകയാണ്. അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. സമയങ്ങളുടെയും കാലങ്ങളുടെയും മാറ്റം അവിടുന്ന് നിശ്ചയിക്കുന്നു. രാജാക്കന്മാരെ നീക്കുന്നതും വീണ്ടും പ്രതിഷ്ഠിക്കുന്നതും അവിടുന്നാണല്ലോ.
ജ്ഞാനിക്ക് ജ്ഞാനവും അറിവുള്ളവനെ അറിവും പ്രദാനം ചെയ്യുന്നത് അവിടുന്നാണ്. അഗാധവും അജ്ഞേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് അറിയുന്നു. പ്രകാശം അവിടുത്തോട് ഒപ്പം വസിക്കുന്നു. ദാനിയേൽ എഴുതിയിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 2:9-10 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഫിലിപ്പിയർക്ക് പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം: അവസാനമായി സഹോദരരെ, സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. 1 കൊരിന്ത്യർ 2:14 പൗലോസ് എഴുതിയിരിക്കുന്നു: ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുകയില്ല. ഹെബ്രായ ലേഖനം 5:14: കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്. അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മതിന്മകളെ വിവേചിച്ച് അറിയുവാൻ കഴിവുള്ളവരാണ്. പക്വതയുള്ളവർ. അറിവും വിവേകവും എവിടെ നിന്നാണ് വരുന്നത്? കർത്താവിൽ നിന്ന് വരുന്നു. സുഭാഷിതങ്ങൾ 2:6: കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. സുഭാഷിതങ്ങൾ 8:14 പറയുന്നുണ്ട്: മാർഗനിർദ്ദേശക വൈഭവവും കാര്യശേഷിയും എനിക്കുണ്ട്, അറിവും ശക്തിയും എൻ്റേതാണ്, കർത്താവിൻ്റേതാണെന്ന് ചുരുക്കം. മനസ്സിലാക്കുവാനുള്ള കഴിവ് നൽകുന്നത് കർത്താവാണ്. തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, 2 തിമോത്തിയോസ് 2:7: ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ അവധാനപൂർവം ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് നൽകും. നമുക്ക് മനസ്സിലാകുന്നില്ല, കർത്താവിനോട് ചോദിച്ചാൽ മതി. കർത്താവ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് നൽകും. 3:19 വാക്യത്തിലോട്ട് കടക്കാം. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം, അതാണ് പൗലോസ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രപഞ്ചത്തെ പറ്റി ചിട്ടപ്പെടുത്തിയതും ക്രമീകരിക്കപ്പെട്ടതുമായ അറിവിനെയാണ് നോസിസ് എന്ന് പറയുന്നത്. ഗ്രീക്കുകാർ അത് അത്യന്തം വിലമതിച്ചിരുന്നു, നോസിസ്. എന്നാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു എന്ന വ്യക്തിയിൽ വെളിവാക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയുള്ള അനുഭവജ്ഞാനം എല്ലാ മാനുഷിക ജ്ഞാനത്തെയുംകാൾ അപരിമേയമായ രീതിയിൽ മികച്ചു നിൽക്കുന്നതായിരുന്നു. അതാണ് ശ്രേഷ്ഠം. മറ്ററിവ് കൊള്ളാം, പക്ഷേ ശ്രേഷ്ഠം ഇത് തന്നെയാണ്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ്. ഒരു വിശ്വാസി മാത്രമേ സ്നേഹവാനായ ഒരു വ്യക്തി എന്ന നിലയിലും എല്ലാവിധ രൂപാന്തരീകരണ ശക്തിയിലുമുള്ള ദൈവ സ്വഭാവത്തിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അറിവിനെ അതിശയിപ്പിക്കുന്ന
ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വിശ്വാസി അറിയണം. അഥവാ അറിവിനെ അതിക്രമിച്ച് കിടക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയാണ് അവർ അറിയേണ്ടത്. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വേണം അറിയാൻ. ഹൃദയം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരാളുടെ മാനസിക സ്ഥിതിയിൽ നമ്മൾ എത്തിച്ചേരണം. നിറഞ്ഞ് കവിയുന്ന ഒരു മാനസിക സ്ഥിതി. ഇതിന് ബുദ്ധിപരമായ ഒരു ന്യായീകരണവും കണ്ടെത്തുവാൻ കഴിയുകയില്ല. അത് ബുദ്ധിക്ക് അപ്പുറമായ ഒരു കാര്യമാണ്. അത് ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. നിത്യജീവൻ ലഭിക്കണം, അതാണല്ലോ നമ്മുടെ ആഗ്രഹം. നിത്യജീവൻ ലഭിക്കാൻ ആത്മീയമായ അറിവ് ആവശ്യമാണ്. നിത്യജീവനെക്കുറിച്ച് യേശു കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 17:3. എന്താണ് നിത്യജീവൻ എന്നെങ്കിലും ആദ്യം നമ്മൾ അറിയണമല്ലോ. ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഇവിടെ പിതാവാ ദൈവത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ആരയച്ചത്? പിതാവാ ദൈവം. രണ്ടാമത് യേശുക്രിസ്തുവിനെ അറിയണം. ഈ അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ പിതാവാ ദൈവത്തെ യേശുക്രിസ്തുവിനെ അറിയാത്ത ഒരാൾക്ക് നിത്യജീവൻ ലഭിക്കുമോ? കിട്ടത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ തന്നെ പിതാവാ ദൈവത്തെയും അവനയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. ആത്മീയമായ അറിവ് നമ്മളെ സ്വതന്ത്രരാക്കുന്ന ഒരു അറിവാണത്. യോഹന്നാൻ 8:31-32 വാക്യങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യഹൂദരായ ചിലർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ യേശു അവരോട് ഉറപ്പിച്ചൊരു കാര്യം പറയുക, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. അങ്ങനെ ആയിരിക്കുവാണെങ്കിൽ നിങ്ങൾ സത്യം അറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പെട്ടെന്ന് ചില കാര്യങ്ങൾ കേട്ട് ശിഷ്യന്മാരായെന്ന് പറയാം. പക്ഷേ ഇനി ഒരു കാര്യം, നിങ്ങൾ ഈ ഞാൻ പറയുന്ന വചനത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് സത്യം ശരിയായിട്ട് മനസ്സിലാകും. ആ സത്യം മനസ്സിലായി കഴിയുമ്പോൾ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇതാ ക്രിസ്തുവിന് പറയാനുള്ളത്. എവിടെ നിന്ന് സ്വതന്ത്രരാക്കും? ഇപ്പോഴൊക്കെ നമ്മൾ പാപത്തിൻ്റെ അടിമകളാണ്. ഭാവികളായിരിക്കുന്ന എല്ലാവരും പാപത്തിൻ്റെ അടിമകളാണ്. സ്വാതന്ത്ര്യം വേണം. പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് നമ്മളെ സ്വതന്ത്രരാക്കണം. അത് ക്രിസ്തുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ സത്യം നമുക്ക് മനസ്സിലാകും. ആ സത്യമാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞ കാര്യമാണ്. പ്രശംസിക്കുന്നതിനെക്കുറിച്ചും കർത്താവ് നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ജെറമ്യ 9:24 വാക്യം. പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്നുള്ള അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന ഒരു കർത്താവാണെന്നുള്ള അറിവ്, അതിൽ വേണം നമ്മൾ പ്രശംസിക്കാൻ. ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് നമ്മുടെ അറിവിനെ അതിശയിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, അത് മാറ്റമില്ലാത്തതാണ്. യോഹന്നാന്റെ സുവിശേഷം 13:1 വാക്യം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവിടുന്ന് സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ അറിവിൻ്റെ അപ്പുറത്താണ്. നമുക്കത് ഇത്ര അളന്ന് തിട്ടപ്പെടുത്താൻ ഒക്കത്തില്ല. കർത്താവിൻ്റെ സ്നേഹം ത്യാഗപരമാണ്. യോഹന്നാൻ 15:13 പറയുന്നു, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ ഒരു സ്നേഹം ഇല്ല. കർത്താവ് നമ്മളെ ഓർത്ത് തൻ്റെ ജീവൻ ബലി കഴിച്ച് നമ്മളെ നിത്യജീവന് യോഗ്യരാക്കുന്നു അവൻ്റെ വിശ്വാസത്താൽ. അതാണ് അവൻ്റെ സ്നേഹം.
കർത്താവിൻ്റെ സ്നേഹം വേർപെടുത്തുവാൻ കഴിയാത്തതാണ്. റോമർ 8:35. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പട്ടിണിയോ, പീഡനമോ, നഗ്നതയോ, ആപത്തോ, വാളോ, എന്തിന് എങ്കിലും എന്നെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുവാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. പൗലോസ് തറപ്പിച്ച് പറയുകയാണ്, നമുക്കും അത് പറയണം. എന്തെല്ലാം പറ്റിയാലും കുഴപ്പമില്ല, ക്ലേശങ്ങൾ വരട്ടെ, ദുരിതങ്ങൾ വരട്ടെ, പീഡനങ്ങൾ വരട്ടെ, പട്ടിണി ഉണ്ടാകട്ടെ, വസ്ത്രം ധരിക്കാനില്ലാതെ ഉള്ള അവസ്ഥ, ആപത്ത് വരട്ടെ, വാള് വരട്ടെ, കൊന്നുകളയുമെന്ന് പറയുകയാണ് അധികാരികൾ. സംഭവിക്കട്ടെ. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇതൊന്നും നമ്മളെ വേർപെടുത്താൻ പാടില്ല, വേർപെടുത്താൻ അതിന് കഴിയത്തുമില്ല. നമ്മൾ ഉറച്ച് നിൽക്കണം. നമ്മൾ ദൈവത്തിൻ്റെ ആ സമ്പൂർണതയിൽ പൂരിതരാകേണ്ടതാണ്. സങ്കീർത്തകനായ ദാവീദ് ഇങ്ങനെയാണ് പാടിയിരിക്കുന്നത്. സങ്കീർത്തനം 23:5. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം കവിഞ്ഞ് ഒഴുകുന്നു. ശത്രുക്കളുടെ മുമ്പിലാണ് നമുക്ക് വിരുന്നൊരുക്കുന്നത്. പാനപാത്രം കവിഞ്ഞ് ഒഴുകുകയാണ്, കൂടുതലങ്ങ് തരികയാണ്. ഇതാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഇനി നമുക്ക് 20-21 വാക്യം, 3-ാം അധ്യായം 20-21 വാക്യം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. അളവ് പറയുവാൻ കഴിയാത്തതാണ് നമ്മിൽ വ്യാപരിക്കുന്ന ആ ദൈവിക ശക്തി. പ്രാർത്ഥനകളിലൂടെ ചോദിക്കുന്നതിലും ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിലും ഒരു പരിമിതി ഉണ്ടല്ലോ. എന്നാൽ ദൈവശക്തി ഇതിനെല്ലാം അപ്പുറത്തായി നമുക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി. നമുക്ക് പ്രാർത്ഥനയിൽ കൂടെ ചില കാര്യങ്ങൾ ഒക്കെ പറയണമെങ്കിൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമുക്കവരുടെ ബുദ്ധി അത്രയൊക്കെ പ്രവർത്തിക്കത്തുള്ളൂ. പക്ഷേ ദൈവം അതിനപ്പുറത്തായിട്ട് ദൈവിക ശക്തിയാൽ നമുക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ദിവ്യ ശക്തിക്ക് നമ്മെ വിടുവിക്കുവാൻ സാധിക്കും. പിശാചിൻ്റെ അടിമത്തത്തിലാണെങ്കിൽ അതിൽ നിന്ന് വിടുവിക്കാൻ സാധിക്കും. ചില പ്രശ്നങ്ങളാൽ നമ്മൾ ഞെരുങ്ങുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ ദൈവിക ശക്തിക്ക് സാധിക്കും. നമ്മൾ ചില ആവശ്യങ്ങളുടെ മേലെ ഇങ്ങനെ ആഗ്രഹിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിക്ക് അതിനെ പരിഹരിച്ചു തരുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലൊരു സംഭവമാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വർണ്ണ വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ ആരാധിക്കാനായിട്ട് എല്ലാവരോടും പറഞ്ഞു. യഹൂദരുള്ള ആൾക്കാർ അവിടെ ഉണ്ട്, അവരും ആരാധിക്കണമെന്ന്. നെബൂഖദ്നേസർ രാജാവ് നിർമ്മിച്ച സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കാതിരുന്ന ഷദ്രാക്ക്, മെഷാക്ക്, അബ്ദനഗോ എന്നീ യഹൂദ യുവാക്കളെ എരിയുന്ന തീച്ചൂളയിൽ എറിയുവാൻ നെബൂഖദ്നേസർ രാജാവ് കൽപ്പിച്ചു. അവർ ഈ വിഗ്രഹത്തെ വീണ് ആരാധിക്കുന്നില്ല. എരിയുന്ന തീയിലോട്ട് എറിഞ്ഞ് കൊല്ലാനായിട്ടാണ് രാജാവിൻ്റെ കൽപ്പന. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമുക്കൊരു കർത്താവേ ഉള്ളൂ, ജീവനുള്ള ശക്തനായ, നമ്മൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന, നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിൽ നമുക്ക് ഉറച്ച് വിശ്വാസം ഉണ്ടാകണം. ആരും ആ വിശ്വാസത്തിൽ നമ്മളെ തള്ളിക്കളയരുത്. കർത്താവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും എല്ലാം ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് ആരാധന കർത്താവിനുള്ളതാണ്. അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും വിഗ്രഹങ്ങളോ വേറെ എന്തെങ്കിലും വ്യക്തികളോ വേറെ എന്തെങ്കിലും ശക്തികളോ ഒന്നും വന്നാൽ അതിനു മുമ്പ് വീണ് അതിനെ തൊട്ട് വന്നിച്ച് ആരാധിക്കരുത്. കർത്താവിന് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. ഷദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ യുവാക്കൾ ഈ വിഗ്രഹത്തെ ആരാധിച്ചില്ല. തീച്ചൂളയിൽ എറിയാൻ രാജാവ് കൽപ്പിച്ചു. രാജാവ് അവരോട് ചോദിക്കുന്നത്, ഏത് ദേവൻ എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും?
എടാ, എൻ്റെ കരങ്ങൾ ശക്തം, എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ദൈവന് സാധിക്കുമോ എന്നാണ് രാജാവ് ചോദിക്കുന്നത്. അവർ കൊടുത്ത മറുപടി, ശക്തമായ മറുപടി എന്താണെന്ന് നമ്മൾ അറിയണം. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ അവർ കൊടുത്തൊരു മറുപടിയാണ് ഞാൻ വായിക്കുന്നത്. ഷദ്രാക്കും മെഷാക്കും അബദ്നെഗോയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നെബൂഖദ്നേസർ. നെബൂഖദ്നേസർ രാജാവെന്ന് പോലും വിളിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേക ധ്വനിയാണ്. അല്ലയോ നെബൂഖദ്നേസർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കൈകളിൽ നിന്ന് മോചിപ്പിക്കും. ഞങ്ങളുടെ ദൈവം കഴിവുള്ളവനാ. എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ ഞങ്ങളുടെ ദൈവം ശക്തനാണ്. നിൻ്റെ കയ്യിൽ നിന്ന് ആ ദൈവം ഞങ്ങളെ വിടുവിക്കും. ആരാ വിടുവിക്കുന്നത്? ഞങ്ങളുടെ ദൈവം. ഇതാണ് ദൈവത്തിൽ കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ ശക്തി. ഏത് പ്രതിസന്ധി വന്നോട്ടെ, എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. ഇത് ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ദൈവം ശക്തനാണ്, അവൻ വിടുവിക്കും. പ്രശ്നങ്ങൾ എന്താകട്ടെ, കുടുംബത്തിൽ രോഗങ്ങളാണോ, പ്രശ്നങ്ങൾ വേറെ എന്തെങ്കിലും ആണോ, സാമ്പത്തിക ബുദ്ധിമുട്ടാണോ, മക്കളുടെ പഠന കാര്യങ്ങളെക്കുറിച്ചാണോ, അവരുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണോ, സ്നേഹിതർ വഴക്കുണ്ടാക്കുന്നതിനെക്കുറിച്ചാണോ, അയൽവക്കാർ നമ്മളെ ശല്യപ്പെടുത്തുന്നത് കൊണ്ടാണോ, എന്ത് പ്രശ്നവുമാകട്ടെ, നമുക്ക് ശക്തനായൊരു ദൈവമുണ്ട്. അവൻ നമ്മളെ വിടുവിക്കും. തീച്ചുളയിൽ വീണു പോയാലും അവൻ്റെ കൈകളിൽ നമ്മളെ വഹിച്ചോളും. തീച്ചുള നമ്മളെ ഉപദ്രവിക്കത്തില്ല. നിൻ്റെ കയ്യിൽ നിന്ന് ആ ദൈവം, ഞങ്ങളുടെ ദൈവം, ഞങ്ങളെ വിടുവിക്കും. ആത്മീയ ബലം നമ്മുടെ കർത്താവ് നമുക്ക് തരും. അധികാരത്തോടെ സംസാരിക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കുന്നത് ആ ദിവ്യ ശക്തിയാണ്. അപ്പോസ്തല പ്രവൃത്തി 4:34 നമ്മൾക്കറിയാം. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെ എല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. നമുക്ക് ശക്തി ലഭിക്കുന്നത്, ഇവിടെ പ്രത്യേകം പറയുന്നത് പ്രസംഗിക്കാനുള്ള ശക്തിയെക്കുറിച്ചാണ്. അപ്പോസ്തലന്മാർ, മുക്കുവരായ ആൾക്കാർ പത്രോസിൻ്റെ മേൽനോട്ടത്തിൽ, അധികാരത്തിൽ അവർ പ്രസംഗിച്ചപ്പോൾ അവരങ്ങ് പ്രസംഗിക്കുകയാണ്. എങ്ങനെ സാധിച്ചു അവർക്കത്? ദൈവിക ശക്തി, പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിച്ചു. ശക്തമായിട്ട് അവർ പ്രസംഗിച്ചു. യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് അവർക്ക് ധൈര്യമായിട്ട് പ്രസംഗിക്കാനായിട്ട് സാധിച്ചു. അവരുടെ പ്രസംഗം, പൗലോസ് പറയുന്നത്, പൗലോസിൻ്റെ പ്രസംഗങ്ങളെ വചനവും പ്രസംഗവും ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. 1 കൊരിന്ത്യർ 2:4 വാക്യത്തിൽ പൗലോസ് പറയുന്നു, എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തി ആകാനായിരുന്നു അത്. പ്രസംഗത്തിൻ്റെ 2 രീതികളെക്കുറിച്ചാണ് പറയുന്നത്. 2 രീതിയിൽ ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട്. ഒന്ന്, മാനുഷികമായ നമ്മുടെ അറിവ്, ശാസ്ത്രീയമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്കുള്ള എല്ലാ അറിവുകൾ, ഇതിനെയെല്ലാം വ്യാഖ്യാനിച്ച് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കാം. അത് വേണ്ടെന്നല്ല പറഞ്ഞത്, അത് ഒരു പ്രസംഗത്തിൻ്റെ ഒരു രീതിയാണ്. മറ്റൊന്ന്, നമുക്കറിവില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തൽ നമുക്കുണ്ടാകും. നമ്മൾ വാ തുറന്നാൽ കർത്താവ് നമ്മളിൽ കൂടെ അങ്ങ് സംസാരിക്കും. പൗലോസ് പറയുന്നു, എൻ്റെ പ്രസംഗം മാനുഷിക വിജ്ഞാനം കൊണ്ടായിരുന്നില്ല, അത് ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. അപ്പം നമ്മൾ ദൈവം നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ വിജ്ഞാനത്തിന് എന്തോ കാര്യം? പ്രസക്തി എന്താണ്? ദൈവത്തിൻ്റെ ശബ്ദം അതങ്ങ് പറഞ്ഞാൽ ധാരാളം മതിയാകുമല്ലോ. പൗലോസിൻ്റെ പ്രസംഗം അങ്ങനെ ആയിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ചില ജ്ഞാനങ്ങളും മാനുഷിക വിജ്ഞാനമൊക്കെ പൗലോസ് പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ശക്തമായ കാര്യം ദൈവിക ശക്തി
ആത്മീയമായ ആ അറിവ്, ജ്ഞാനവും ശക്തി ആത്മാവ് അവനിൽ കൂടെ സംസാരിച്ചു എന്നുള്ളതാണ് പ്രധാന സംഗതി. അതാ പൗലോസ് പറയുന്നത്. പിന്നെ ദൈവശക്തി ബലഹീനതയിൽ നമ്മൾക്ക് ശക്തി തരുന്നതാണ്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 33-34 വാക്യങ്ങൾ നമുക്ക് ബലഹീനതയിൽ ശക്തി തരുന്നതാണ് ദൈവത്തിൻ്റെ ഈ ദൈവിക ശക്തി. വിശ്വാസത്തിൽ ജീവിച്ച കുറച്ച് ആൾക്കാരുടെ കാര്യമാണ് ഇപ്പം പറയാൻ പോകുന്നത്. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പിലാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു. ഇതാണ് ദൈവിക ശക്തിയുടെ പ്രത്യേകത. യുദ്ധം നടന്നപ്പോൾ അതിൽ ശക്തരായി വിദേശ സേനകളെ അവർക്ക് കീഴ്പ്പെടുത്തുവാൻ സാധിച്ചു. ദൈവം നമ്മുടെ ബലമാണ്. സങ്കീർത്തനം 73-26 വാക്യം, എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം, അവിടുന്ന് ആണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. നമ്മുടെ ശരീരം കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയതാണല്ലോ. നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ബലമെന്ന് പറയുന്നത് ദൈവമാണ്. അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. 20-21 വാക്യത്തിൽ പൗലോസ് എടുത്തു പറയുന്ന ഒരു കാര്യം, നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അത് പ്രത്യേകം ഓർത്തോണം. നമ്മൾ ചോദിക്കുന്നു, നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. ചോദിക്കുന്നത് കിട്ടുമോ? കിട്ടും. ആഗ്രഹിക്കുന്നതും കിട്ടുമെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നതും കിട്ടുന്നു, ആഗ്രഹിക്കുന്നതും കിട്ടുന്നു. പക്ഷേ നമ്മുടെ ചോദ്യത്തിനും ആഗ്രഹങ്ങൾക്കും ഒരു പരിമിതിയുണ്ട്. നമ്മുടെ ദൈവം അത്രമാത്രം തരുമല്ല, അതിനേക്കാൾ കൂടുതൽ തരുവാൻ അവന് കഴിയും. അവൻ തരുകയും ചെയ്യും. ഒരാൾ വന്ന്, ഒരു ഭിക്ഷക്കാരൻ ഒരു 5 രൂപയുടെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു. നമ്മൾ 5 രൂപ എടുത്ത് കൊടുത്തു. ചോദിക്കുന്നത് കൊടുക്കുന്നു. പക്ഷേ ഈ ആളിന് അതിനെക്കാട്ടി കൂടുതൽ കൊടുക്കാൻ കഴിവുണ്ട്. മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ കൊടുക്കുമല്ലോ. ദൈവത്തെ സംബന്ധിച്ച് അവന് കൂടുതൽ കഴിയും, അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു. ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായിട്ട് അവന് നമുക്ക് വേണ്ടി ചെയ്യുന്നു. അത് നമ്മളിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിയാലാണ്. ആ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങളറിയുന്നു എങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മത്തായി 7-ാം അധ്യായം 11-ാം വാക്യമാണ്. ഇത് യേശു കർത്താവ് തന്നെ പറഞ്ഞ വാചകങ്ങളാണ്. ചോദിക്കുന്നവർക്ക് വളരെ കൂടുതൽ നന്മകൾ തീർച്ചയായിട്ടും നൽകും. എന്നാൽ വാക്യം 3:20 പറഞ്ഞിരിക്കുന്നത് നാം ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ തരുന്നതിനെ പറ്റിയാണ്. അതാണ് എഫേസ്യസ് 3:20 വാക്യം പറയുന്നത്. ആഗ്രഹിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ നമുക്ക് ചെയ്തു തരുന്നു. നമ്മുടെ കർത്താവിന് എന്ത് ചെയ്യാനാണ് കഴിയാൻ വയ്യാത്തത്? നമ്മുടെ ആഗ്രഹങ്ങൾ പോലും അവിടുന്ന് അറിയുന്നു. നമ്മുടെ ചിന്തകൾ അവിടുന്ന് അറിയുന്നു. അതിനെക്കാട്ടിൽ കൂടുതൽ നമുക്ക് തരും. നമ്മൾ അവനിലങ്ങ് ആശ്രയിച്ച് ബലപ്പെട്ടിരുന്നാൽ മതി. നമ്മുടെ ചോദ്യം കർത്താവിനോടായിരിക്കണം എന്നുള്ള പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചിലർക്ക് കിട്ടാതെ പോകുന്നതിന് കാരണം ചോദിക്കേണ്ടടുത്ത് ചോദിക്കുന്നില്ല, അപേക്ഷ അയക്കേണ്ടടുത്ത് അപേക്ഷ അയക്കാതെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നേരിട്ട് യേശു കർത്താവിനോട് അപേക്ഷിച്ചാൽ മതി. നമ്മൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ അവൻ നമുക്ക് വേണ്ടി ചെയ്ത് തരും. കർത്താവിൻ്റെ വാക്കാണ്, തരും. അങ്ങനെ 3-ാം അധ്യായം പൗലോസ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ പൗലോസ് ദൈവത്തിനൊരു സ്തുതി പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവസാനിക്കുന്നത്. തരാൻ ദൈവത്തിന് നന്ദി, സ്തുതി. ഇനി നമുക്ക് 4-ാം അധ്യായത്തിലോട്ട് കയറാം. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവീൻ. നിങ്ങൾക്ക് ഒരു വിളി ലഭിച്ചിട്ടുണ്ടല്ലോ ദൈവത്തിൽ നിന്ന്.
ആ വിളിക്ക് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണം. ഇതാണ് പൗലോസിന് 4-ാം അധ്യായത്തിൽ പറയാനുള്ളത്. 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം അവിടെ വരെയുള്ള ഭാഗങ്ങൾ ലേഖനത്തിൻ്റെ 1-ാം ഭാഗം, ഒരു ലേഖനമാണല്ലോ, അതിൻ്റെ 1-ാം ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ചാണ് പൗലോസ് കൈകാര്യം ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ മഹത്തായ രഹസ്യത്തിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ട നമ്മൾ ആ വിളിക്ക് യോഗ്യമായ രീതിയിൽ ജീവിക്കണം. ഈ കാര്യമാണ് പൗലോസിന് 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മളോട് പറയാനുള്ളത്. കർത്താവിന് വേണ്ടി പൗലോസ് പല പ്രാവശ്യം തടവുകാരനായി തീർന്നിട്ടുണ്ട്. എഫേസ്യര്, കൊളോസോസ്, ഫിലിപ്പിയ, ഫിലോമൻ ലേഖനങ്ങൾ കാരാഗ്രഹവാസകാലത്ത് എഴുതിയ ലേഖനങ്ങളാണ്. കാരാഗ്രഹവാസത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ ലേഖനങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. വിളിക്ക് യോഗ്യമായ ജീവിതത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്താണ് ഈ വിളിക്ക് യോഗ്യമായ ജീവിതം എന്ന് പറയുന്നത്? ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, ഒരു പുതു ജീവനിൽ ആയിരിക്കണം. റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം, അവൻ്റെ മരണത്തോട് സദൃശ്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. നമ്മൾ സംസ്കരിക്കപ്പെടുകയാണ് ജ്ഞാനസ്നാനത്തിൻ്റെ സമയത്ത്. എന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് വരുന്നു. ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെയാണത് കാണിക്കുന്നത്. ആ പുതുജീവനിൽ നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നത്. നമ്മൾ വിശ്വാസത്താലാണ് നയിക്കപ്പെടേണ്ടത്. 2-ാമത്തെ ഒരു പോയിൻ്റാണത്, കാഴ്ചയാലല്ല. 2 കൊരിന്ത്യർ 5:7 പറയുന്നു, ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, കാഴ്ചയാലല്ല. നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തെ കാണുന്നത് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോഴാണ്. മുഖാഭിമുഖം കാണുമെന്നൊക്കെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വെച്ച് നമ്മൾ കാണുന്നില്ല, പക്ഷേ നമ്മൾ ജീവിക്കുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടങ്ങ് വിശ്വസിക്കുകയല്ല. യുക്തിപൂർവമായി, ചരിത്രപരമായി അനേകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള, കണ്ടവർ, തൊട്ടവർ, കൂടെ നടന്നവർ, അപ്പോസ്തലന്മാർ, അവർക്ക് നേരിട്ട് അവരുടെ കണ്ണുകളിൽ കൊണ്ട് കണ്ടത് നമ്മളോട് പറഞ്ഞു വിശ്വസിക്കുക. അതാണ് എൻ്റെ സത്യം. അല്ല, ഞാൻ നേരിട്ട് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർക്കൊരു കാര്യം മനസ്സിലാകും. അവരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥിച്ച് അവർക്കൊരു ദൈവനടത്തിപ്പ് ഉണ്ട്, കർത്താവിനെ നടത്തുന്നു എന്നൊരു വിശ്വാസം അവർക്കുണ്ടെങ്കിൽ ഈ വിശ്വാസത്തിൽ അവർക്ക് ഉറയ്ക്കുവാൻ സാധിക്കും. ചിലർക്ക് എന്തെങ്കിലും വരുമ്പോൾ അങ്ങ് ദുഃഖിച്ച് വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകും. അത് പാടില്ല. വിശ്വാസത്തിൽ ഉറപ്പിക്കണമെന്ന് കർത്താവിനോട് പറയാം. അവൻ നമ്മളെ ഉറപ്പിക്കും, അവൻ നമ്മളെ നടത്തും. 3-ാമത്തെ ഒരു പോയിൻ്റ്, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വേണം നമ്മൾ വ്യാപരിക്കാൻ. ഗലാത്യർ 5:16 പറയുന്നു, നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവീൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ജഡമോഹങ്ങൾ പലതാണ്, അതിലൊന്നും നമ്മൾ വീണു പോകരുത്. വേറൊരു പോയിൻ്റ്, നമ്മൾ സ്നേഹത്തിൽ വേണം ജീവിക്കുവാൻ. എഫേസ്യോസ് 5:2 പറയുന്നു, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവീൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി സമർപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു സ്നേഹം നമുക്കുണ്ടായിരിക്കണം. മറ്റൊന്ന്, കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. എഫേസ്യോസ് 5:17 പറയുന്നു, ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവീൻ. 6-ാമത്തെ ഒരു പോയിൻ്റ്, നമ്മൾ സഞ്ചരിക്കേണ്ടത് പ്രകാശത്തിലായിരിക്കണം. യേശുക്രിസ്തു ആണല്ലോ പ്രകാശം. ആ പ്രകാശത്തിൽ വേണം നമ്മൾ സഞ്ചരിക്കാൻ. 1 യോഹന്നാൻ 1:7, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും,
അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഏഴാമത്തെ കാര്യം, ക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ നമ്മൾ നടക്കണം. 1 യോഹന്നാൻ 2:6 അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു ഓരോരോ കാര്യങ്ങളിൽ എന്ത് തീരുമാനമായി എടുത്തത്, എങ്ങനെയാണ് അതിനെ ആ തീരുമാനത്തിൻ്റെ പ്രകാരം നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ നടക്കാൻ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിലല്ലല്ലോ. നമ്മളും അങ്ങ് ഇസ്രായേൽ നാട്ടിൽ പോയിട്ട് ആ സ്ഥലങ്ങളിൽ കൂടെ നടക്കണമെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ക്രിസ്തു ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിച്ചത്, ഓരോ പ്രശ്നങ്ങൾ ക്രിസ്തു പറഞ്ഞ ഉത്തരങ്ങൾ എന്താണ്, എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, ക്രിസ്തു എങ്ങനെയാണ് നടന്നത്, നമ്മളും അതുപോലെ അതേ വഴിയിൽ നടക്കണം. ഇതതിൻ്റെ അർത്ഥം. എട്ടാമതൊരു പോയിൻ്റ്, നമ്മൾ മുമ്പിലുള്ളവയാണ് ലക്ഷ്യം വെക്കേണ്ടത്. ഫിലിപ്പിയ ലേഖനം 3:13-14 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. മുന്നോട്ടങ്ങ് പോകണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ക്രിസ്തുവിനെ നോക്കി ക്രിസ്ത്യാനികൾക്ക്, വിശ്വാസികൾക്ക് ഒരു വിളി ലഭിച്ചിട്ടുണ്ട്. കൊറിന്തോസുകാരുടെ പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 1:26 സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ഒന്ന് ചിന്തിക്കുവീൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. ശക്തരും കുലീനരും ഒന്നും ഉള്ളവരെ അല്ല കർത്താവ് വിളിച്ചത്, ബുദ്ധിമാന്മാരെ അല്ല വിളിച്ചത്. ദൈവത്തിൻ്റെ വിളി ബുദ്ധിഹീനരെന്ന് വിചാരിച്ചിരുന്ന പലർക്കുമാണ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ ഓർക്കണം. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് ദൈവത്തിന് നന്ദി പറയണം. എന്നെ വിളിച്ചല്ലോ, വലിയ സദ്യയാണ് കർത്താവിൻ്റെ വിരുന്ന്, അതിൽ എന്നെ കൂടെ വിളിച്ചല്ലോ. ഇതാണ് നമുക്കുണ്ടാകേണ്ട ധൈര്യം. തെസ്സലോനിക്കക്കാരോട് പൗലോസ് പറയുന്നത് 1 തെസ്സലോനിക്ക 2:11-12 വാക്യങ്ങൾ: പിതാവ് മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തു എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അത് തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമാം വിധം നിങ്ങൾ ജീവിക്കേണ്ടതിനാണ്. നമ്മളെ വിളിച്ച ദൈവത്തിന്, അവൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും യോജിച്ച രീതിയിൽ വേണം നമ്മളിവിടെ ജീവിക്കുവാൻ. സ്വർഗീയ വിളിയിൽ പങ്കാളികളായതുകൊണ്ട് നാം യേശുവിനെ പറ്റി ചിന്തിക്കണം. ഹെബ്രായ ലേഖനം 3:1-2-6 വാക്യങ്ങൾ: സ്വർഗീയ വിളിക്ക് പങ്കാളികളായ വിശുദ്ധ സഹോദരരെ, നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിൻ്റെ അപ്പോസ്തലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെപ്പറ്റി ചിന്തിക്കുവീൻ. മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ അവനും, യേശുവും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു. ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ്. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. സങ്കീർത്തനം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തനം 86:11: കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രം ആക്കണമേ. കർത്താവ് നമ്മൾക്ക് ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്, അത് പഠിപ്പിക്കണമേ എന്നാണ് സങ്കീർത്തനം പറയുന്നത്. അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രഹം ആക്കണമേ. നമ്മൾ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ആ വഴിയിൽ കൂടെ നടക്കണം. നമ്മളെ പ്രത്യേകം ശ്രദ്ധിച്ചല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ചിന്തിക്കുന്നതിലും ഒക്കെ അപ്പുറമായിട്ട് തരുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും.
നമ്മൾ 4:1 വരെയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്, ധ്യാനിച്ചത്. 3:18 മുതൽ 4:1 വരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ഉയരവും നീളവും വീതിയും നാം ചിന്തിച്ചു. ആഴം, നീളം, വീതി, ഉയരം എന്നൊക്കെ പറയുന്നത് സമസ്തമായിട്ടുള്ള പ്രപഞ്ചത്തെക്കുറിച്ചും അല്ലെങ്കിൽ എല്ലാ അളവിലുമുള്ള ആ അറിവിനെയാണ് സൂചിപ്പിക്കുന്നതാണ് ആ വാക്ക് നോസിസ്. അവർ എല്ലാ പ്രപഞ്ചത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു. പക്ഷേ അവർ പഠിച്ചത് പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രമാണ്. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് ഇതിനെക്കാട്ടിൽ ശ്രേഷ്ഠമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ഉയരവും നീളവും വീതിയും ഒക്കെ നമ്മൾ ചിന്തിച്ചല്ലോ. ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ ആര് വേർതിരിക്കും? പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നും എന്നെ മാറ്റുവാനായിട്ട് കഴിയത്തില്ല. നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ അവന് കഴിയും. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് 136-ാമത്തെ എപ്പിസോഡിൽ എഫേസ്യോസ് 4:2 മുതൽ നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നമുക്ക് ജീവിക്കാം. നമുക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം വളരെ വലുതാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. എല്ലാം ദൈവം നടത്തട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.